Good morning, children. I hope you all are well there. I really want to see you all, but now the situation is not good. Because of Corona, we can't see each other. Our government insisted that we should keep the social distancing because to remove the Corona or to save the lives from Corona, we have to keep the social distancing. That is why we have to take the classes on online only. I think our regular classes will start only on the first week of July. Up to that, we have to take these type of classes. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കൊറോണ കാലമാണ്. നമുക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഗവൺമെന്റ് തന്നെ നിർബന്ധിച്ചിരിക്കുന്നു നമ്മൾ സാമൂഹ്യ അകലം പാലിക്കണമെന്ന്. കൊറോണയെ വരുതിയിലാക്കാൻ നമുക്ക് സാമൂഹ്യ അകലം പാലിച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെയും ഓൺലൈൻ ക്ലാസ്സുകളാക്കി നടത്താനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. First of all, I am introducing myself. Sometimes you may know me. My name is Sudish sir, the mathematics teacher of CHM Higher Secondary School, Elayavur, Kannur. നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. In our school, there is English medium and Malayalam medium too. So I will take the classes in English, and then after I will take in Malayalam too. That means first I will discuss all the things in English, then I will reproduce it in our language Malayalam. ഏതായാലും ഇന്ന് നമ്മൾ തുടങ്ങാനിരിക്കുന്നത് 10ാം തരത്തിലെ ഗണിതത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. മലയാളത്തിൽ അതിന്റെ പേര് സമാന്തര ശ്രേണികൾ എന്നാണ്. ഏതായാലും ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് ഒരു സജഷൻ പറയാനുണ്ട്, റിക്വസ്റ്റ് പറയാനുണ്ട്. മൈ റിക്വസ്റ്റ് ഈസ് ടു കീപ് എ ബുക്ക് ആൻഡ് എ പെൻ along with you. അപ്പൊ എല്ലാവരും ഒരു പുസ്തകവും പെന്നും കയ്യിലെടുത്തു. എടുത്തില്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു വെച്ചു, നമ്മൾ തുടങ്ങാനിരിക്കുന്ന പാഠത്തിന്റെ പേര് arithmetic sequence. So write on the first page the chapter name arithmetic sequence. മലയാളം മീഡിയം കുട്ടികൾക്ക് സമാന്തര ശ്രേണികൾ എന്ന് എഴുതി വെക്കാം. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ പാഠത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാഠത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വലിയ കാര്യമായിട്ടുള്ള പാഠം അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് എ പ്ലേ. ഇതൊരു കളിയാണ്. ഇറ്റ് ഈസ് എ ഗെയിം. ദിസ് ചാപ്റ്റർ ഈസ് എ ഗെയിം ഓഫ് നമ്പേഴ്സ്. നമ്പറുകൾ കൊണ്ടുള്ള കുറെ കളികളാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഗഹനമായൊരു വിഷയം സബ്ജക്റ്റ് പഠിക്കാൻ പോകുന്നു എന്ന ധാരണയിലൊന്നും ഈ പാഠത്തെ സമീപിക്കേണ്ടതില്ല. ഇറ്റ് ഈസ് ഓൺലി എ ഗെയിം ഓഫ് നമ്പേഴ്സ്. സംഖ്യകൾ കൊണ്ടുള്ള കളിയാണ് ഈ പാഠം. 10ാം തരത്തിലെ പാഠത്തിന്റെ പ്രത്യേകത അതാണ്. ഒന്നാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ദ ഗെയിം ഓഫ് നമ്പേഴ്സ് ആൻഡ് ദ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ദ ഗെയിം ഓഫ് പിക്ചേഴ്സ് വിത്ത് സർക്കിൾസ്. അത് നിങ്ങൾക്ക് പോകെ വഴിയെ നിങ്ങൾക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ ദി ചാപ്റ്റേഴ്സ് ആർ കമ്മിങ്. ഏതായാലും നമ്മൾ കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും കൂടാതെ തന്നെ ഇനി നമ്മൾ നേരെ പാഠഭാഗത്തേക്ക് കിടക്കുകയാണ്. സോ ഐ ആം sharing my screen. I am going to present the chapter before you. Okay. So once again I am here to welcome all of you, my children, on my online classes, class 1.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. You can see on the screen that some numbers are, I have already written some numbers on the screen. ഞാൻ സ്ക്രീനിൽ നിങ്ങൾ കുറേ നമ്പേഴ്സ് എഴുതി കണ്ടു. അപ്പോൾ അതെല്ലാവരും ഒന്ന് നിങ്ങളുടെ നോട്ടിലൊന്ന് പകർത്തി വെച്ച്. യു ഹാവ് ടു റൈറ്റ് ദ നമ്പർ 2, 4, 6, 8, etc. It is a sequence. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ഐ ടോൾഡ് യു ടു റൈറ്റ് ദ നമ്പർ സീക്വൻസ് 2, 4, 6, 8, etc. എഴുതിയല്ലോ. Then I have to write the next sequences 1, 3, 5, 7, etc. പിന്നെ എഴുതേണ്ടത് 2, 5, 8, 11, etc. നാലാമത്തെ സീക്വൻസ് is 3, 7, 11, 15, etc. And the fifth and last sequence is 12, 9, 6, 3, etc. എല്ലാവരും ആ നമ്പേഴ്സ് എഴുതി വെച്ചില്ലേ? അപ്പം നമുക്ക് എന്താ അതിൻ്റെ പ്രത്യേകത നോക്കാം. First I am saying about the first sequence. First sequence numbers are 2, 4, 6, 8, etc. എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ ആ ഫസ്റ്റ് സീക്വൻസിനെ കുറിച്ച്? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? 2, 4, 6, 8. ആ ശരി. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ബിക്കോസ് ഐ ക്യാൻ സീ യു. നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞു വെച്ചു 2, 4, 6, 8 എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ദാറ്റ് ഈസ് ദ ഈവൺ നമ്പർ, അത് ഇരട്ട സംഖ്യകളാണ് എന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ സീക്വൻസ് വന്നപ്പോൾ 1, 3, 5, 7, etc. അതും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, അത് ഒറ്റ സംഖ്യകളാണ് എന്ന് പറയാം. എന്നാൽ മൂന്നാമത്തെ സീക്വൻസിലേക്ക് കടക്കാം. അവിടെ നമ്മൾ കാണുന്നത് there we saw that 2, 5, 8, 11, etc. അപ്പൊ ആ സീക്വൻസ് എന്താ? അതിന് പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാനൊന്നും സാധിക്കില്ല. we cannot define that sequence in a particular way. അത് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് കണ്ടെയ്ൻസ് 2, 8 എന്ന് പറയുന്ന ഈവൺ നമ്പറും ഉണ്ട്, 5, 11 ഈസ് എൻ ഓഡ് നമ്പർ. അപ്പോൾ ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ഈവൺ നമ്പർ ആൻഡ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ അയാൾക്ക് നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നു 3, 7, 11, 15. നമുക്ക് ഒരു പ്രോപ്പർട്ടീസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. Same as that, the fifth sequence is 12, 9, 6, 3. We cannot find any particular properties for that fifth sequence also. നമുക്ക് അതിന് ഒരു പ്രത്യേകത പറയാൻ പറ്റുന്നില്ല. ശരി, ഇനി നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാം. ഒന്നാമത്തെ സീക്വൻസിലേക്ക് കടക്കട്ടെ. എല്ലാവരും ശ്രദ്ധ. ലിസൺ ടു ദ ഫസ്റ്റ് സീക്വൻസ് 2, 4, 6, 8. അത് ഈവൺ നമ്പർ ആണെന്ന് പറഞ്ഞു. ഇനി ഫസ്റ്റ് ടേം, അതിലുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത ടേം 6 ആണ്. ഫോർത്ത് ടേം ഈസ് 8 ആണ്. എൻ്റെ ചോദ്യം, ജസ്റ്റ് ഐ എം ഗോയിങ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഫോർ യു. എൻ്റെ ക്വസ്റ്റ്യൻ ഈസ്, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫിഫ്ത്ത് നെക്സ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്? 2, 4, 6, 8 വരെ വന്നു. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം? അപ്പോ നിങ്ങൾ പറയും, നിങ്ങൾക്കറിയാം എന്താ അറിയാം? നിങ്ങൾക്കറിയാം അത് പിന്നെ ഇപ്പൊ കുറെ ആൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ടേം വിൽ ബി 10 ആയിരിക്കും എന്ന് പറഞ്ഞു. ഹൗ ഡു യു ഗെറ്റ് ദ നെക്സ്റ്റ് ടേം 10? പറയാൻ കാരണം എന്താ? ഇത് ഈവൺ നമ്പർ ആണെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ 2 എന്നൊരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്തുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. 2 ഫസ്റ്റ് ടേം ആയ 2 ആഡ് ചെയ്ത് 4 കിട്ടി. Then we add 2, then we go to the third term 6. 6 2 കൂട്ടി 8 കിട്ടി. അതുകൊണ്ട് നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 8 2 കൂട്ടിയ സംഖ്യയായ 10 ആണ്. ഇപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? അടുത്ത സംഖ്യ ആണെങ്കിൽ ദാറ്റ് മേ ബി 12 ആയിരിക്കും. 10 2 കൂട്ടിയ സംഖ്യയായ 12 ആയിരിക്കും അവിടുത്തെ സംഖ്യ എന്ന് പറയാം, അല്ലേ? ശരി, ഇനി നമുക്ക് അടുത്ത സീക്വൻസിലേക്ക് കടക്കാം. ജസ്റ്റ് ലുക്ക് ടു ദ സെക്കൻഡ് സീക്വൻസ് 1, 3, 5, 7. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. വാട്ട് വിൽ ബി ദ ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ്? ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ടേം ഈസ് 3. തേർഡ് ടേം ഈസ്, മൂന്നാമത്തെ പദം ഈസ് 5 ആണ്. ആൻഡ് നാലാമത്തെ പദം 7 ആണ്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ പദം എത്രയാ ചോദ്യം? എന്തായിരിക്കും? യെസ്, യു ഓൾറെഡി ഗോട്ട് ഇറ്റ് ദർ. ദാറ്റ് ഈസ്
9. അപ്പോൾ 1 3 5 7 9 അല്ലേ? കാരണം ഇവിടെയും അത് തന്നെയാണ്. 1നോട് 2 കൂട്ടി 3 കിട്ടി, 3നോട് അഗെയിൻ 2 കൂട്ടി 5 കിട്ടി, 5നോട് 2 കൂട്ടി 7 കിട്ടി, 7നോട് 2 കൂട്ടി 9 കിട്ടി. അപ്പോൾ നെക്സ്റ്റ് വേണമെങ്കിൽ പറയാം. 9നോട് 2 കൂട്ടിയ സംഖ്യയായ 11 മേ ബി ഈസ് ദ സിക്സ്ത് ടേം ഓഫ് ദാറ്റ് സീക്വൻസ്. അതേപോലെ ഇനി നമുക്ക് മൂന്നാമത്തെ സീക്വൻസിലേക്ക് കിടക്കാം. മൂന്നാമത്തെ സീക്വൻസ് 2 5 8 11 എന്നായിരുന്നു. അവിടെ എൻ്റെ ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ ഫിഫ്ത്ത് ടേം? എല്ലാവർക്കും കിട്ടിയില്ലേ? ശരി, അത് തന്നെ. അപ്പൊ അവിടുത്തെ ഇത് 14 ആയിരിക്കും. വൈ ഇറ്റ് ബിക്കംസ് 14? കാരണം 2നോട് 2നോട് 3 കൂട്ടിയിട്ടാണ് 5 കിട്ടിയത്. 2 + 3 is 5. 5നോട് 3 അഗൈൻ കൂട്ടിയിട്ട് 8 കിട്ടി. 8നോട് 3 കൂട്ടി 11 കിട്ടി. 11നോട് 3 കൂട്ടിയിട്ട് 14 കിട്ടി. അപ്പൊ ഇവിടെ 3 എന്നൊരു സംഖ്യ കൂട്ടിയാണ് എഴുതിയത് അല്ലേ? ശരി, ഇനി നാലാമത്തെ സീക്വൻസിലേക്ക് കിടക്കാം. 3 7 11 15. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൾറെഡി യു ഓൾ ഗോട്ട് ദ ഐഡിയ. 3നോട് എത്ര കൂട്ടി 7 കിട്ടി? 4 കൂട്ടി. 7നോട് 4 കൂട്ടി 11 കിട്ടി. 11നോട് 4 കൂട്ടി 15 കിട്ടി. അടുത്ത എന്തായിരിക്കും? 15നോട് 4 കൂട്ടിയ സംഖ്യയായ 19 ഇസ് ദ നെക്സ്റ്റ് ടേം ഓഫ് ദാറ്റ് സീക്വൻസ്. അപ്പൊ ഇവിടെ 4 എന്നൊരു പെർട്ടിക്കുലർ സംഖ്യ കൂട്ടി എഴുതി. അപ്പൊ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ജനറലി ഇവിടെ നമ്മൾ കണ്ട 4 സീക്വൻസ്, ഞാൻ 4 സീക്വൻസിനെ കുറിച്ചാണ് പറയുന്നത്. 4 സീക്വൻസുകളും ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത്തരത്തിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന നമ്പർ സീക്വൻസിന് പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് അവർ ചാപ്റ്റർ, ദാറ്റ് ഈസ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് എൻ അരിത്മെറ്റിക് സീക്വൻസ് എന്നൊരാൾ ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ദാറ്റ് ഈസ് എ നമ്പർ സീക്വൻസ് by adding a particular number is known as arithmetic sequence. A number sequence making by adding a particular number is known as arithmetic sequence. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക സംഖ്യ കൂട്ടി എഴുതിയ സംഖ്യാശ്രേണികളെയാണ് നമ്പർ സീക്വൻസിൽ മലയാളത്തിൽ പറയുന്നതാണ് സംഖ്യാശ്രേണികൾ. അപ്പോൾ ഒരു പ്രത്യേക സംഖ്യ കൂട്ടി എഴുതുന്ന സംഖ്യാശ്രേണികളെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. എന്നോട് പറയാം. ഫസ്റ്റ് വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ്. ഒന്നാമത്തെ സംഖ്യാശ്രേണിയിൽ 2 എന്ന പ്രത്യേക സംഖ്യ കൂട്ടിക്കൂട്ടി, 2നോട് 2 കൂട്ടി 4, 4നോട് 2 കൂട്ടി 6, 6നോട് 2 കൂട്ടി 8, അങ്ങനെ കൂട്ടി എഴുതാണ്. അടുത്തതും അങ്ങനെ തന്നെ 2 തന്നെ കൂട്ടിയത്. അടുത്തതോ ഇവിടെ നമ്മൾ കൂട്ടിയിരിക്കുന്നത് 2നോട് 3 കൂട്ടി, പിന്നെ 5നോട് 3 കൂട്ടി, പിന്നെ 8നോട് 3 കൂട്ടി. അപ്പൊ ഇത് 3 എന്ന പ്രത്യേക സംഖ്യ കൂട്ടി എഴുതി. ഇവിടെയോ ഇവിടെ 4 ആണ് കൂട്ടിയത്. 3നോട് 4 കൂട്ടി 7, 7നോട് 4 കൂട്ടി 11, 11നോട് 4 കൂട്ടി 15, അങ്ങനെ പോയി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സംഖ്യകൾ കൂട്ടി എഴുതുന്ന നമ്പർ സീക്വൻസിന് പറയുന്ന പേരാണ് എന്ത്? നമ്പർ സീക്വൻസിന് പറയുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ ഞാൻ ഇവിടെ പ്രത്യേകം പറഞ്ഞു വെച്ചു കൂട്ടി എഴുതുക ബൈ ആഡിങ് എ പെർട്ടിക്കുലർ നമ്പർ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലത്തെ സംഖ്യ, ഞാൻ ലാസ്റ്റിലത്തെ സീക്വൻസിന് ഞാൻ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ളത് 12 9 6 3 എന്നാണ്. എൻ്റെ ക്വസ്റ്റ്യൻ, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഇവിടെ കൂട്ടിയിട്ടാണോ എഴുതിയിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറയും അത് ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു പോകും നിങ്ങൾ. വൈ? നിങ്ങളിപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് കൂട്ടി എഴുതിയാൽ മാത്രമേ. നമ്മൾ പറഞ്ഞു വെച്ചു ബൈ ആഡിങ് എ പെർട്ടിക്കുലർ നമ്പർ ഈസ്, അങ്ങനെയാണ് വി മേക്ക് ദ അരിത്മെറ്റിക് സീക്വൻസ് ബൈ ആഡിങ് എ പെർട്ടിക്കുലർ നമ്പർ. അപ്പൊ നിങ്ങളിപ്പം പറയുന്നത് 12 12 9 6 3, 12 9 6 3. അപ്പൊ ഇവിടുന്ന് 12നോട് 3 കുറക്കുക ചെയ്തത് 9 കിട്ടാൻ. 9നോട് 3 കുറച്ചിട്ടാണ് 6 കിട്ടിയത്. 6ൽ നിന്ന് 3 കുറച്ചിട്ടാണ് 3 കിട്ടിയത്. അതായത് വി ആർ സബ്സ്ട്രാക്ടിങ് 3 ആണ് ഇവിടെ. അപ്പൊ ഇവിടെ സബ്സ്ട്രാക്ഷൻ ആണ് നടന്നത്. പക്ഷെ നിങ്ങളൊക്കെ കരുതുന്നുണ്ട് അത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന്. എന്നാൽ ഇൻഫാക്ട് ഇറ്റ് ഈസ് ഓൾസോ an arithmetic sequence. എന്തുകൊണ്ട്? വൈ ഇറ്റ് ബിക്കംസ്, നമ്മൾ നേരത്തെ പറഞ്ഞതിലും എതിരാണല്ലോ അത് സംഭവിച്ചത്. അവിടെയാണ് കാര്യം. ഇവിടെ നമ്മൾ 3 കുറക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇഫ് യു സേ സബ്സ്ട്രാക്ടിങ് 3, 3 കുറക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയോ? ദാറ്റ് മീൻസ് -3 ആഡ് ചെയ്യാന്നാണ്. ആഡിങ് -3 ആണ്. അതായത് 3 കുറക്കുക എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്?
It means adding -3. 12നോട് -3 ആഡ് ചെയ്തിട്ടാണ് 9 കിട്ടിയത്. 9നോട് -3 ആഡ് ചെയ്തിട്ടാണ് 6 കിട്ടിയത്. 6നോട് പിന്നെ -3 ആഡ് ചെയ്തിട്ടാണ് 3 കിട്ടിയത്. അപ്പൊ ഇവിടെയും എന്ത് തന്നെ നടക്കുന്നുണ്ട്? ഇവിടെയും ഹാപ്പനിങ് ദ എഡീഷൻ. അപ്പൊ ഇവിടെ ആഡ് ചെയ്ത സംഖ്യ ഏതൊക്കെയാ? ഇവിടെ ആഡ് ചെയ്തത് -3 എന്നൊരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് എഴുതിയതാണ്. അപ്പൊ സബ്സ്ട്രാക്ഷൻ മീൻസ് the negative of adding the negatives on subtraction. അപ്പോൾ 12നോട് -3 കൂട്ടിയിട്ട് 9 കിട്ടി. 9നോട് -3 കിട്ടി 6 കിട്ടി. 6നോട് -3 കൂട്ടിയിട്ട് 3 കിട്ടി. അങ്ങനെ കിട്ടും. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? 3നോട് -3 കൂട്ടിയ സംഖ്യയായ 0 ആയിരിക്കും അവിടുത്തെ നെക്സ്റ്റ് നമ്പർ. ഇപ്പുറത്തോ 0 കൊണ്ട് -3 കൂട്ടിയാൽ -3 ആയിരിക്കും അവിടുത്തെ നെക്സ്റ്റ് നമ്പർ. അല്ലേ? ശരി. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യത്തിൽ ഞാനിപ്പോൾ ജനറലി ഐ എം ടെല്ലിംഗ് here what is an arithmetic sequence. The arithmetic sequence is the number sequence which is made by adding a particular number. അപ്പോൾ ഒരു മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക സംഖ്യ കൂട്ടി എഴുതുന്ന സംഖ്യാശ്രേണികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പിന്നെ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റിലേക്ക് കടക്കും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം. All of you write what you see on the screen. സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതൊന്ന് എഴുതിയെടുക്കുക. Sequence of numbers which are making by adding a particular number is called arithmetic sequence. ഞാനിപ്പോൾ പറഞ്ഞു വെച്ചു. അതിൻ്റെ മലയാളമാണെങ്കിൽ ഒരു പ്രത്യേക സംഖ്യ കൂട്ടി എഴുതുന്ന സംഖ്യാശ്രേണികളെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ ഇനി പറയാൻ പോകുന്നത് സം പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് അരിത്മെറ്റിക് സീക്വൻസസ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണികളുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അത് സംഖ്യകളുടെ രസമുള്ള ഒരു പാഠമാണ്. ശരി, അപ്പൊ എല്ലാവരും ഓൾറെഡി റോട്ട് ഇൻ യുവർ നോട്ട്ബുക്ക്. ശരി, ജസ്റ്റ് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഐഡിയയിലേക്ക് കിടക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈസ് 2, 4, 7, 11, 16 എ അരിത്മെറ്റിക് സീക്വൻസ്? 2, 4, 7, 11, 16 എന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? സാധാരണ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് യു ക്യാൻ സീ സോ മെനി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ചിലപ്പം എക്സാമിനേഷൻസും ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മേക്കാം. പരീക്ഷക്കും ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ? 2, 4, 7, 11, 16 എന്നത് ഒരു അരിത്മെറ്റിക് സമാന്തര ശ്രേണിയാണോ നോക്കാം. അപ്പൊ എന്ത് വേണം? സമാന്തര ശ്രേണി ആകണമെങ്കിൽ അതിന് കുറെ പ്രോപ്പർട്ടീസസ് ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. വാട്ട് ഈസ് എ പ്രോപ്പർട്ടി? അതൊരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം പെർട്ടിക്കുലർ നമ്പർ ഉണ്ടോ നോക്കാം. 2നോട് 4 കിട്ടിയത് എങ്ങനെ? ഇവിടെ 2നോട് 4 കൂട്ടിയത് ഇവിടെ 2 ആണ് നമ്പർ. അവിടുത്തെ ഡിഫറൻസ് ഈസ് 2. ഇനി 4ഉം 7ഉം ഡിഫറൻസ് എന്താ? അവിടെ ദാറ്റ് ഈസ് 3 ആണ്, അല്ലേ? അതുപോലെ പിന്നെ 7ഉം പിന്നെ 14 തമ്മിലുള്ള ഡിഫറൻസോ? അത് 4 ആണ്. ഇനി 4ഉം 11ഉം 16 തമ്മിലുള്ളതോ? അത് 5 ആണ്. അപ്പൊ ഇവിടെ എന്തില്ല? കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഇല്ല. അപ്പൊ കോമൺ ഡിഫറൻസ് വേണം. എല്ലാവരുടെ ഡിഫറൻസ്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇന്നലെ നേരത്തെ കണ്ടതിൻ്റെ അകത്ത് നമ്മൾ കണ്ടത് പിന്നെ ഇതിലൊക്കെ കോമൺ ആയിരുന്നു. ഇവിടെയുള്ള കോമൺ ഡിഫറൻസ് ഓരോരുത്തരും തമ്മിൽ ഇടയ്ക്കുള്ള ഡിഫറൻസ് 2. ഇവിടെ 2 ആയിരുന്നു, ഇവിടെയും 2, ഇതിലും 2 ആയിരുന്നു. ഹിയർ ഓൾസോ ദ കോമൺ ഡിഫറൻസ് ഈസ് 3 ആയിരുന്നു, കോമൺ ആയിരുന്നു. ഇവിടെ കോമൺ ആയിരുന്നു, ഇവിടെയും കോമൺ -3 എന്ന ഡിഫറൻസ് കോമൺ ആയിരുന്നു. അപ്പോൾ കോമൺ ആയിട്ട് ഡിഫറൻസ് വരണം. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചെന്താ? അതുകൊണ്ട് ഇവിടെ നിങ്ങളോട് ചോദിച്ചത് ഈസ് ഇറ്റ് എൻ അരിത്മെറ്റിക് സീക്വൻസ്? അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് ആൻസർ പറയാം. ഇറ്റ് ഈസ് നോട്ട് എൻ അരിത്മെറ്റിക് സീക്വൻസ് ബിക്കോസ് ജസ്റ്റിഫൈ യുവർ ആൻസർ ബിക്കോസ് ഇറ്റ് ഹാസ് നോട്ട് എ കോമൺ ഡിഫറൻസ്. ഇതൊരു സമാന്തര ശ്രേണി അല്ല, കാരണം ഇതിന് പൊതുവ്യത്യാസമില്ല. അപ്പൊ ആ പെർട്ടിക്കുലർ നമ്പർ നമ്മൾ പറഞ്ഞ പേരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഏത് സംഖ്യയാണോ നമ്മൾ കൂട്ടി എഴുതിയിരിക്കുന്നത്, ദാറ്റ് നമ്പർ ഈസ് നോൺ ആസ് ദ കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ്
the small letter D, difference in the D for difference. Okay. അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ വന്നു വാട്ട് ഈസ് an arithmetic sequence. എന്താണ് സമാന്തര ശ്രേണി? ഒന്നുകൂടി ഞാൻ പറയാം. വാട്ട് ഈസ് സമാന്തര ശ്രേണി? ഒരു പ്രത്യേക സംഖ്യ കൂട്ടി എഴുതുന്ന നമ്പർ സീക്വൻസിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഖ്യ കൂട്ടി എഴുതുന്ന സംഖ്യാശ്രേണികളെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? ശരി. ഐ ഹോപ്പ് യു ഓൾ കാൻ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ആം സെയിങ്. ഇനി നമ്മൾ ഇതിന്റെ ആദ്യത്തെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കടക്കുകയാണ്. In this screen you can see some numbers in green color. 2, 5, 8, 11. എൻ്റെ ക്വസ്റ്റ്യൻ അത് മാത്രം നോക്കുക. താഴത്തുള്ളത് ഇപ്പം പെട്ടെന്ന് ശ്രദ്ധിക്കണ്ട. 2, 5, 8, 11 അതൊരു സീക്വൻസ് ആണോ? എൻ്റെ ചോദ്യമാണ്. അത് ഈസ് ഇറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഓർ നോട്ട്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം വെച്ച് നിങ്ങൾക്കറിയാം 2, 5, 8, 11 എന്ന് പറയുന്നത് നമ്പർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ബിക്കോസ് ഇറ്റ് ഹാസ് the common difference. 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 5ഉം 8ഉം തമ്മിൽ ഡിഫറൻസ് 3 ആണ്. 8ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് is also 3. So it has a common ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. So it has a common difference. അപ്പൊ ഇതൊരു നമ്പർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന് പൊതുവ്യത്യാസമുള്ളത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ശരി. ഇനിയാണ് നമ്മൾ പറയാം. ഇവിടെ ഞാൻ എഴുതിക്കുന്നത് ഡി. വാട്ട് ഈസ് ഡി? ഡി എന്താണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ഡി ഈസ് ദ കോമൺ ഡിഫറൻസ്. ഡി എന്ന് പറയുന്നത് 5 മുമ്പിലുള്ള സംഖ്യയിൽ നിന്ന് എങ്ങനെയാണ് ഡി കിട്ടുക എന്നും കൂടി പറയാം. How did we obtain D? How could we get to the common difference? Common difference കണ്ടുപിടിക്കുന്നത് ബാക്കിലെ സംഖ്യയിൽ നിന്ന് അതിന്റെ മുമ്പിലെ സംഖ്യ കുറക്കുക ചെയ്യുക. അപ്പോൾ 5ൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ 5 - 2 is 3. അല്ലെങ്കിൽ 8ൽ നിന്ന് 5 കുറക്കുക, അല്ലെങ്കിൽ 11ൽ നിന്ന് 8 കുറക്കുക. ദാറ്റ് മീൻസ് മുമ്പിലുള്ള സംഖ്യയിൽ നിന്ന് പിന്നിലെ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് we will get the common difference. നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഈ സീരീസിലെ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ഈസ് 3 എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഫസ്റ്റ് ടേം എന്താ? ഫസ്റ്റ് ടേം ഈസ് ടി. ഫസ്റ്റ് ടേം എന്ന് പറയുന്നതിന് നമ്മൾ ഇങ്ങനെ എഴുതുക, T1 എന്നാണ്. ടി ഫോർ ടേം, ഫസ്റ്റ് ടേം എന്നുള്ളതിന് ടി എഴുതിയിട്ട് അതിന്റെ അണ്ടറിലാണ് നമ്മൾ 1 എഴുതുക. അപ്പൊ T1 മീനിങ് എന്താ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. വാട്ട് ഈസ് T1? T1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദം, ഒന്നാം പദം. മലയാളത്തിലാണെങ്കിൽ ഒന്നാം പദം. അപ്പൊ T1 ഈക്വൽ ടു ഹിയർ ദ T1 ഈസ് 2. ഇനി T2, രണ്ടാമത്തെ ടേമിന് പറയുന്ന പേരാണ് T2. രണ്ടാമത്തെ ടേം എന്താ? രണ്ടാമത്തെ ടേം 5 ആണ്. ആ 5 എങ്ങനെ കിട്ടിയത്? എങ്ങനെയാ? ഹൗ ഡു യു ഗെറ്റ് ദ 5 കിട്ടിയത്? ഈ ഫസ്റ്റ് ടേമിനോട് 2നോട് 3 കൂട്ടിയിട്ടാണ്, പൊതുവ്യത്യാസമായ കോമൺ ഡിഫറൻസ് ആയ 3 കൂട്ടിയിട്ടാണ് 5 കിട്ടിയത്. അപ്പൊ അതാണ് ഞാൻ എഴുതിയത്. എന്ത്? 5 ഈക്വൽ ടു 2 + 3. 2 എന്ന് പറഞ്ഞാൽ T1 ആണ്, 3 എന്ന് പറഞ്ഞാൽ D ആണ്. അപ്പൊ സെക്കൻഡ് ടേമിന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? T1 + D എന്നായി. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ ടേം, തേർഡ് ടേം എന്താ? തേർഡ് ടേം ഈസ് 8 ആണ്. അപ്പോൾ 8ന് ഈ 8 എങ്ങനെ കിട്ടിയത്? എങ്ങനെയാ? ഹൗ ഡു യു ഗെറ്റ് ദ തേർഡ് നമ്പർ? അതിങ്ങനെ കിട്ടിയത് ഫസ്റ്റ് ടേമിനോട് 3 കൂട്ടി, അതായത് കോമൺ ഡിഫറൻസ് കൂട്ടി, എഗെയിൻ സെക്കൻഡ് ടേമിനോട് 3 കൂട്ടിയിട്ടാണ് കിട്ടിയത്. അപ്പം ഞാനതുകൊണ്ട് നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 8 = 2 + 3 + 3. ദാറ്റ് മീൻസ് T1 + D + D. അതായത് T1 + 1D + 1D is 2D. D എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ ദാറ്റ് ഇസ് 1D എന്നർത്ഥം. 1D + 1D is 2D. അപ്പോൾ മൂന്നാമത്തെ ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? T1 + 2D. ശരി. ഇനി നാലാമത്തെ ടേമിലേക്ക് കടക്കാം. ഹിയർ ദ ഫോർത്ത് ടേം ഈസ് 11. 11, ഹൗ ഡു യു ഗെറ്റ് ദ 11? 11 എങ്ങനെ കിട്ടിയത്? ഇത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 2നോട് 3 കൂട്ടി 5, 5നോട് അഗൈൻ 3 കൂട്ടി 8, 8നോട് 3 കൂട്ടി 11 കിട്ടി. അപ്പൊ 11 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? 2 + 3 + 3 + 3. That is T1 + D + D + D. That equals T1 + 3D. അല്ലേ? ഇനിയാണ് നമ്മുടെ കാര്യം. നമ്മൾ കാര്യത്തിലേക്ക് ഇനി കടക്കുകയാണ്. ശ്രദ്ധിച്ചോളെ. T2 എന്നതിനെ മാറ്റി എഴുതിയത് T1 + D എന്ന, T1 + 1D എന്ന. T3നെ മാറ്റി എഴുതിയത് T1 + 2D എന്ന. T4നെ മാറ്റി എഴുതിയത് T1 + 3D എന്ന. എന്തോ ഒരു കുറെ ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ ക്യാച്ചപ്പായി. സംതിങ് ഈസ് ലൈറ്റ്നിങ് ഇൻ അവർ ബ്രെയിൻ. എന്തോ മിന്നി. എന്താ മിന്നിയത്?
ഒന്നുകൂടി ഞാൻ പറയാം. ഒന്നുകൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആവും. T2 equals T1 plus 1D. ഇത് 1 ആണ്. ഇവിടെ 2 ആയപ്പോൾ ഇവിടെ 1. ഡിന്റെ കോയഫിഷ്യന്റ്. ഇതിന്റെ മുമ്പിലെ സംഖ്യക്ക് പറയുന്ന പേരാണ് കോയഫിഷ്യന്റ്, ഗുണോത്തരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിന്റെ ഗുണോത്തരം. ശരി. അപ്പോൾ ഡിയുടെ കോയഫിഷ്യന്റ് ആണ് 1. ഇവിടെ T3 എന്നായപ്പോൾ T1 പ്ലസ്, എല്ലാത്തിലും T1 പ്ലസ് T1 പ്ലസ് T1 പ്ലസ് ആണ്. ഇനി T3 എന്നായപ്പോൾ T1 പ്ലസ്, ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ 2 ആവുന്നത് 2D. T4 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ വരുന്നത് T1 പ്ലസ് 3D. അപ്പൊ എന്തോ ഒരു ഐഡിയ മനസ്സിലായില്ലേ? ഇനി എൻ്റെ ചോദ്യം, ഇനി നമുക്ക് ഏത് ടേമിനെ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റണം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നതാ നെക്സ്റ്റിലേക്ക് T10 എങ്ങനെ മാറ്റി പറയാം? T10 എന്ന് പറഞ്ഞാൽ T1 പ്ലസ്, ഇവിടെ 10 ആയതുകൊണ്ട് അവിടെ 9 വരണം. ഇപ്പൊ T1 പ്ലസ് 90, യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ, T1 പ്ലസ് 90. Then suppose T28 ആണെങ്കിലോ, how could you rewrite or rearrange the term 28? അപ്പോൾ T1 പ്ലസ് 28 ആകുമ്പോൾ ഇവിടെ 27D. T50 ആകുമ്പോഴോ 50th ടേമിനെ എങ്ങനെ മാറ്റി എഴുതാം? T1 പ്ലസ് 49D. അതായത് ഒന്നാമത്തെ ടേമിനോട് 49 ടൈംസ് D കൂട്ടിയിട്ടാണ് എവിടെ എത്തുക എന്നതിന്റെ അർത്ഥം 50th ടേം എത്തുക. ഇപ്പൊ T10 ഈക്വൽ ടു T1 പ്ലസ് 90. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് T1 പ്ലസ് 90? അതായത് T1നോട് 9 ടൈംസ് D കൂട്ടിയിട്ടാണ് നമുക്ക് 10th ടേം കിട്ടിയെന്ന് അർത്ഥം. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയയും കൂടി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഏത് സംഖ്യ കണ്ടുപിടിക്കാനും ഏത് ടേം കണ്ടുപിടിക്കാനും നമുക്ക് ഈ രണ്ടാളെ കിട്ടിയാൽ മതി. ആരെയൊക്കെ കിട്ടിയാൽ മതി? ഇഫ് യു നോ ദ ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ ഡിഫറൻസ്, ഒന്നാമത്തെ പദവും കോമൺ ഡിഫറൻസും നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എനി ടേം ഓഫ് ദ സീക്വൻസ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു 100ാമത്തെ പദം കണ്ടുപിടിക്കണം, T100 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? T1 പ്ലസ് 99D. നിങ്ങളോട് ചോദിക്കുന്നു വാട്ട് ഈസ്, ഹൗ ഡു യു ഗെറ്റ് 37th ടേം? എങ്ങനെ മാറ്റി പറയും? 37th ടേം ഈസ് T1 പ്ലസ് 36D. How do you get to 17th term? T1 plus 16D. അപ്പോൾ എന്താ മനസ്സിലാക്കിയത്? T1ഉം, ഇഫ് യു നോ ദ ടേംസ് T1 ആൻഡ് കോമൺ ഡിഫറൻസ് D, T1ഉം Dയും അറിയാമെങ്കിൽ നമുക്ക് ഏത് ടേം കണ്ടുപിടിക്കാം, ഫസ്റ്റ് ടേമും സെക്കൻഡ്. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ ഒരു സീക്വൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു ഇതാ. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുന്നു, പിന്നെ ഒരു സീക്വൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ 2, 5, 8, 11 തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്നു വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദിസ് സീക്വൻസ്? ഇതിന്റെ 25th ടേം എത്ര? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിന്റെ 25ാമത്തെ ടേം എത്ര ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? T25 എന്ന് പറഞ്ഞാൽ T1 പ്ലസ് 24D. ഹിയർ ദ T1 ഈസ് 2, D ഈസ് 3. അപ്പോൾ 24th ടേം എങ്ങനെയാണ് ഉണ്ടാവുക? T1 പ്ലസ് 24D എന്ന് പറഞ്ഞു. അവിടെ വാല്യൂസ് അപ്ലൈ ചെയ്യാം. T1ന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 പ്ലസ് 24 ഇൻറ്റു 3. അപ്പോൾ 24 ഇൻറ്റു 3 എന്ന് പറയുന്നത് 72 ആണ്. 72നോട് 2 കൂട്ടിയാൽ 74. അപ്പോൾ ഇവിടുത്തെ അല്ലേ, അപ്പം പിന്നെ ഇവിടെ കിട്ടുന്നത് 74 ഈസ് ദ 25th ടേം ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മൾ ഇവിടെയാണ് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ 50th ടേം. അപ്പോൾ നമുക്ക് ഏത് ടേമിനെയും ഇതുപോലെ മാറ്റി പറയാൻ പറ്റണം. അതാണ് ഫസ്റ്റ് നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ സ്വായത്തമാക്കേണ്ട കാര്യം. അപ്പോൾ ഏത് ടേം കണ്ടാലും, ഇപ്പം 20th ടേം എന്ന് കണ്ടു, അപ്പം തന്നെ മനസ്സിലേക്ക് എന്ത് ഓടി വരണം? 20th ടേം ഇസ് T20 ഈക്വൽസ് T1 പ്ലസ് 19D. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനറലായിട്ട് പറയാം, ജനറലായിട്ട് അതിൻ്റെ ഫോർമുല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ 50 ആകുമ്പോൾ ഇവിടെ 49 ആണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ n ആണെങ്കിലോ Tn ഈക്വൽസ്, അപ്പോൾ ഇവിടെ എന്താവണം? n-1 ആവണം, ഇതിനേക്കാൾ 1 കുറഞ്ഞ സംഖ്യ ആവണം. അതുകൊണ്ട് Tn ഈക്വൽസ് T1 പ്ലസ് n-1 ഇൻറ്റു D. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഫോർമുലയാണിത്. അപ്പം ഞാനതിനെ ഒന്ന് നമ്മളൊന്ന് ബോക്സിലാക്കി. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ആക്കണം. Tn ഈക്വൽസ് T1 പ്ലസ് n-1 ഇൻറ്റു D. അപ്പോൾ ജനറൽ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ nth ടേം, ഏത് ടേം ആവാം, അതാണ് nth ടേം എന്ന് പറയാൻ കാരണം. അപ്പോൾ nth ടേം ഓഫ് എ സീക്വൻസ് ഈസ് T1 പ്ലസ് n-1 ഇൻറ്റു D. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ശരി. അപ്പം ഞാനിപ്പോൾ ഇന്ന് 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഹിയർ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് സെഷൻ.
ഇന്ന് ഞാൻ ഇപ്പോൾ 2 കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിന്റെ അല്ലേ, ഒരു നമ്പർ സീക്വൻസ് വിച്ച് ആർ മേക്കിംഗ് ബൈ ആഡിങ് എ പെർട്ടിക്കുലർ നമ്പർ. ഒരു പ്രത്യേക സംഖ്യ കൂട്ടി 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 എഴുതുന്ന സംഖ്യാശ്രേണികളെയാണ്, നമ്പർ സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക സംഖ്യ കൂട്ടി കൂട്ടി എഴുതുന്ന സംഖ്യാശ്രേണികളെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വെച്ചത് ഏത് ടേമിനെയും നമുക്ക് കണ്ടുപിടിക്കാം. ആരൊക്കെ കിട്ടിയാൽ മതി? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ, ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നമുക്ക് ഏത് ടേം കണ്ടുപിടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത് ഏത് ടേമിനെയും മാറ്റി എഴുതാൻ അറിയണം. എങ്ങനെ എഴുതുക? അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. T2 എന്ന് പറഞ്ഞാൽ T1 + 1D, T3 എന്ന് പറഞ്ഞാൽ T1 + 2D, T4 എന്ന് പറഞ്ഞാൽ T1 + 3D എന്ന് പറഞ്ഞ പോലെ T10 ആണെങ്കിൽ T1 + 9D, T28 ആണെങ്കിൽ T1 + 27D, T50 ആണെങ്കിൽ അപ്പോൾ ഏത് സംഖ്യകളെയും നമുക്ക് അതുപോലെ മാറ്റി എഴുതാൻ പറ്റണം. അപ്പോൾ ഫോർ ദാറ്റ് പർപ്പസ് we find out we are generating a general formula, that is Tn equals T1 + n - 1 into D. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായി മനസ്സിലാക്കുന്ന ഒരു ഫോർമുല. അപ്പോൾ you have to by heart it. nth term of a sequence is T1 + n - 1 into D. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത്, അറിയേണ്ട കാര്യം ഏത് ടേം വന്നാലും, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു ഹൗ കുഡ് യു ചേഞ്ച് ദ 35th ടേം ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ദറ്റ് ഈസ് T1 + 34D എന്ന് പറയാൻ പറ്റണം. ശരി, ഓക്കെ. ഇനി ഞാൻ ഇവിടെ ഹിയർ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഒരു 5 പ്രാക്ടീസ് പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരികയാണ്. ഇതാ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. 3, 5, 8, 11 ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങൾക്ക് പറയാൻ പറ്റും. 3, 5, 8, 2 ഇതൊരു സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? സമാന്തര ശ്രേണി ആണോ നോക്കുന്നത് എന്താ ചെയ്യേണ്ടത്? ഇനി കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കണം. 3നോട് 2 കൂട്ടി 5, 5നോട് ഇവിടെ 3 കൂട്ടിയത് 8, 8നോട് 4 കൂട്ടിയിട്ടാണ് 12 കിട്ടിയത്. അപ്പോൾ ആൻസർ ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കുക. ഇവിടെ 2, 6, 10 ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? ഇതിന്റെ കോമൺ ഡിഫറൻസ് പറഞ്ഞു, മുമ്പിലെ സംഖ്യയിൽ നിന്ന് ബാക്കിലെ സംഖ്യ കുറക്കണം, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കണം. അപ്പോൾ 6 - 2, അപ്പോൾ അതിന്റെ ആൻസർ 4 കിട്ടും. ഇനി ഇതിന്റെ 6th ടേം കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ 6th ടേം എങ്ങനെ മാറ്റി എഴുതുന്നത് ഞാൻ പറഞ്ഞു വെച്ചു. T6 = T1 + 5D. അതിൽ നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും. ഇനി അടുത്തത് 5, 9, 13 ഫൈൻഡ് ദ 50th ടേം. 50th ടേമിനെ എങ്ങനെ ഹൗ കുഡ് യു ചേഞ്ച് റീറൈറ്റ് ദാറ്റ്? ഇപ്പോൾ T50 = T1 + 49D. അപ്പോൾ അതിൻ്റെ അകത്ത് വാല്യൂസ് അപ്ലൈ ചെയ്ത് ഇവിടെ ഹിയർ ദ T1 is 5, കോമൺ ഡിഫറൻസ് ഈസ് 4. അപ്പോൾ ആ വാല്യൂസ് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. അതേപോലെ തന്നെ ഇതിന്റെ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ 10th ടേമിന് ചെറിയ പ്രത്യേകതയുണ്ട്. 25, 22, 19 ഇത് കുറഞ്ഞു പോകുന്നതാണ്. ദാറ്റ് മീൻസ് ഇതിന്റെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും. ഹിയർ ദ കോമൺ ഡിഫറൻസ് -3 എന്നാണ് കൊടുക്കുക. അപ്പോൾ 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 10th ടേമിനെ വി ക്യാൻ റേറ്റ് ആസ് T1 + 9D. ശരി, ഏതായാലും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഐ വിൽ ഡിസ്കസ് യു ഹൗ. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ്. ആ സമയത്ത് ഐ വിൽ ഗിവ് യു ദ ആൻസേഴ്സ് ടു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗണിതം എന്ന് പറയുന്നത് മധുരമാണ്. ഗണിതം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, എനിക്ക് പറയാൻ പറ്റും, മാത്തമാറ്റിക്സ് ഈസ് ദ സ്വീറ്റസ്റ്റ് സബ്ജക്ട് ഇൻ ദ വേൾഡ്. മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, അധ്യാപകർ പറയുന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഗണിതം മധുരമാണ്, മധുരതരമാണ് ഗണിതം. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് മധുരതരമായി തന്നെ പ്രസന്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും നല്ല കുട്ടികളായിരിക്കുക. ബിവെയർ ഓഫ് കൊറോണ. നമ്മുടെ ജീവിതമാണ് നമുക്ക് പ്രധാനം. ലൈഫ് ഈസ് മോർ പ്രഷ്യസ് ദാൻ എനിത്തിങ്. സോ വി ഹാവ് ടു കീപ്പ് ദ സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഓക്കെ. സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് SMS. വാട്ട് ഈസ് SMS? സോപ്പ്, മാസ്ക്, social distancing. We have to use soap always, and you have to wear mask, and we have to keep social distancing. അല്ലേ? അതാണ് SMS. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുക, മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക. ഏതായാലും once again I give you best wishes, all of you. Thank you. Until we can see you on the next class. Until the next class, see you. Okay, bye. I will stop recording.